ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു 7 മണിക്ക് ഇറങ്ങി ഒരു 8:30 8:45 ഇപ്പോൾ കോയമ്പത്തൂരെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നപൂർണ്ണയിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഗീ റോസ്റ്റാണ് കേട്ടോ എല്ലാവരും ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും ചമ്മന്തിയും ചട്നിയും എല്ലാം. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു കോഫി കുടിച്ചു. കോഫി പിന്നെ പറഞ്ഞാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. ഹസ്ബൻഡ്, ഫ്രണ്ട്സും ഫാമിലിയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്നതോറും ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കൂടി വന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഓരോ കാഴ്ചകളൊക്കെ കാണാനും. യാത്ര പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ നിർത്തുമായിരുന്നു. കണ്ടു നോക്കിയേ, വീടുകളൊക്കെ എന്ത് ഭംഗിയാലേ കാണാൻ, അടുപ്പിച്ച് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്നു. നമ്മൾ ഇടയിൽ ഇങ്ങനെ നിർത്തുമായിരുന്നു. ഇതിപ്പോൾ അടുത്ത സ്പോട്ടാണ് കേട്ടോ. ആ ബാക്കിലൊരു മരം കണ്ടോ, ഇപ്പോൾ കാണും കേട്ടോ ആ മരം. ആ മരത്തെ പൂക്കൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല രസമാണ് ആ മരവും പൂവൊക്കെ കാണാൻ. അതാണ് കേട്ടോ ആ മരം. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. പിന്നെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്, നല്ല കാറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. റോഡൊക്കെ നോക്കി എന്ത് ക്ലീനാല്ലേ, നല്ല രസമാണ് കേട്ടോ. അപ്പം അവിടെ പ്ലാസ്റ്റിക് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിട്ടാക്കുള്ളൂ. അതാണ് റോഡൊക്കെ ഇത്ര ക്ലീനായി കിടക്കുന്നത്. നമ്മൾ തണുപ്പ് കണ്ടോ, കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ കാഴ്ചകൾ. അടുത്തതാ നോക്കി, കാട്ടുപോത്ത് റോഡിൻ്റെ സൈഡിലൂടെ പോവാണ് കേട്ടോ. ആൾ നോക്കി എന്ത് കൂളായിട്ടാണ് നടക്കണില്ലേ, ആർക്കൊരു ശല്യമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ അത് പോട്ടെ. നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. നമ്മൾ ശരിക്കും പേടിച്ചു. ഇനി ഊട്ടിയിൽ പോയിട്ട് ഊട്ടിയൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും നല്ല തണുപ്പ് അങ്ങോട്ട് കൂടി വന്നു. കോടമഞ്ഞൊക്കെ നല്ലോണം അങ്ങോട്ട് ഇറങ്ങി. ഞാൻ മഴ കുറച്ചങ്ങോട്ട് നിന്നു കേട്ടോ. ഓരോരോ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ മഴ. പിന്നെ നമ്മൾ കുറച്ചും കൂടി പോയപ്പോൾ ഊട്ടി ടൗൺ എത്തി. അവിടെ നിറച്ചും പോലീസായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ സാർ അവിടെ വരുന്നുണ്ടായിരുന്നു. ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട്, മെഡിക്കൽ കോളേജ് എന്തോ ഇനാഗ്രേഷന് വേണ്ടി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിറച്ചും പോലീസ് ഉണ്ടായിരുന്നു എല്ലാവിടെയും. അപ്പോൾ ഈ ടൗണിൽ നിന്ന് അടുത്താണ് കേട്ടോ നമ്മളെടുത്ത കോട്ടേജ്. അപ്പോൾ നമ്മൾ അവിടെ എത്താറായി. ടൗണിൽ നിന്ന് അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെടുത്ത കോട്ടേജ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് പോയി ഉച്ചയ്ക്ക് ഒരു 1:30 എത്തുമ്പോൾ. അപ്പോൾ ഫുഡൊക്കെ അവിടേക്ക് തന്നെ റൂമിലേക്ക് തന്നെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അതായത് റൂമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ആ കാണുന്നത് സമ്മർ ഇൻ ബത്ലഹേമിലെ ഫാമാണ് ആ മൂവീസിൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്ത് ഫ്രഷൊക്കെ ആയി. ഇതെല്ലാവരും പുറത്തിറങ്ങി. നമ്മൾ ഫസ്റ്റ് ഇടയ്ക്കന്മാർക്ക് നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കർണാടക ഗാർഡനിലാണ് പോയത്. നല്ല മഴയുണ്ടായിരുന്നു. മഴയും നോക്കാതെ അങ്ങനെ പോയി. നേരെ നോക്കിയാൽ അറിയാം കേട്ടോ മഴത്തുള്ളി ഇങ്ങനെ വീഴുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ അതിന് മേലേക്ക് കയറി ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. നല്ല ഗാർഡനായിരുന്നു കേട്ടോ. ഊട്ടിയിൽ വന്നാൽ എല്ലാവരും കർണാടക ഗാർഡൻ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത് ചുറ്റും തേയിലത്തോട്ടം, അതിന് നടുവിൽ ഈ ഒരു ഗാർഡൻ വെച്ച് ഇങ്ങനെ ചെടികളെ തന്നെ പല ഷേപ്പിലും വെട്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. നല്ല ഭംഗിയായിട്ട് കാണാം. നോക്കി ആ ഫ്ലവറൊക്കെ വെച്ചതുണ്ടോ, വെള്ളം ഒഴുകുന്നത് പോലെ എന്ത് ഭംഗിയായിട്ടാണല്ലേ. നല്ല രസമുണ്ടായിരുന്നു അവിടെ. പിന്നെയും എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ എത്തിയതും കുറച്ച് മഴയൊക്കെ നിന്നു. നമ്മൾ അവിടെയൊക്കെ അങ്ങനെ കാണുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങോട്ട് എടുത്തു. പിന്നെ നമ്മൾ ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ചുറ്റും അങ്ങോട്ട് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു തൂക്കുപാലവും കൂടി ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് കാണാനും. നമ്മൾ അതിലൊക്കെ കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റും കുറേ നടക്കാനുണ്ട് കേട്ടോ അവിടെ. അപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി നടന്നിട്ട്. നമ്മളൊരു 6 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബോട്ട് ഹൗസിൽ പോവാൻ പറഞ്ഞിട്ട് അതിൽ കൂടെയാണ് പോയത്. അവിടെ പോയപ്പോൾ ബോട്ട് ഹൗസ് ക്ലോസ് ചെയ്തു. നമ്മളവിടെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നടന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ട കുറച്ച് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോഴും സമയം ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഫുഡ് അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. റൈസ് പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ.
അപ്പോൾ ഇക്കന്മാരൊക്കെ അതിൻ്റെ തിരക്കിലായിരുന്നു. രാത്രിയായപ്പോൾ നല്ല തണുപ്പായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളെയൊക്കെ നോക്കി റൂമിലിരുന്നു. അപ്പോൾ അതാ അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷോർട്ടായിട്ടാണ് എല്ലാം എടുത്തത്. ഇത് ഡേ 1 ആണ് കേട്ടോ. ഇനി ഡേ 2 വീഡിയോ ഇനി അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്